ഒരു കസ്റ്റാർഡ് 1 ലിറ്ററിന് വേണ്ടിയുള്ള ഒരു പാക്കറ്റ്. അത് വാനില ഫ്ലേവേർഡ് ആയിരുന്നു. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. അതിവിടെ പകുതി എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്. പാലിനകത്ത് തന്നെയാണ് കലക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിൽ തീ കത്തിച്ച് പാല് വെച്ചൊന്ന് തിളപ്പിക്കാം. പാലിളക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുത്ത് 5 മിനിറ്റ് ചിലപ്പോൾ 3 വെള്ളം കൺസിസ്റ്റൻസി അനുസരിച്ച് പാലവിടെ ഇരുന്ന് തിളക്കട്ടെ അല്ലേ. പാല് തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചിടാം. അതിൽ തന്നെ കലക്കി വെച്ചിരിക്കുന്നതാണ്. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ചാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർ തീ കുറച്ച് വെച്ച് പതുക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒഴിച്ചാൽ പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കുകയും വേണം. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇത് വേഗം മാത്രം. കോണല്ലേ, കോണൊന്ന് കുറുകി വേഗം മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഉണ്ടായിട്ടുണ്ട്. പൊടി കൂടിപ്പോയാലും കട്ടയായി പോകും കേട്ടോ, വേഗാതെ വരും. അതുകൊണ്ട് പൊടി അല്പം കുറഞ്ഞിട്ട് നമ്മൾ ഇളക്കി വേവിച്ചെടുക്കുവാണ് ടേസ്റ്റ്. ഒരു പാക്കറ്റിൻ്റെ പകുതി പൊടി എടുത്താൽ നമുക്കൊരു 1/2 ലിറ്റർ ഒരു പാക്കറ്റ് പാലിന് പാകാം. തീ ഓഫാക്കി ഇനി നമുക്ക് ഒരു മയം പരത്തിയ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. നമുക്ക് നെയ്യ് പരട്ടിയ പാത്രത്തിലേക്ക് നമ്മുടെ പൊടി ഒഴിച്ചു കൊടുക്കാം. ഈസിയല്ലേ, ഒരു 4 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. എല്ലാവരും ഈ വേനൽക്കാലത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടത്ത് തണുത്ത ഒരു കാര്യമൊക്കെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ. ഇതിപ്പം കസ്റ്റാർഡോട് തന്നെ വേണമെന്നില്ല, പാലുണ്ടെങ്കിൽ മുട്ടയോ ഇതൊന്ന് മൂടി നമുക്ക് ഒഴിച്ചു വെക്കാം. ഇതിൻ്റെ തന്നെ അടപ്പുണ്ട്. ഇവിടെ ഒരു
നോക്കണ്ടോ, ഇത് തുറന്നിട്ട് വെച്ചാൽ മതി. അകത്തോട്ട് കണ്ടോ, തുറന്നിട്ട് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കൊണ്ടേ വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച പുഡിങ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അല്പം ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുഡിങ്ങും ഇട്ട് നട്ട്സും കൊണ്ട് ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കോരിയിടാം. പുഡിങ് മൊത്തമായിട്ട് കമത്തി ഇടുന്നില്ല. കണ്ടോ, നമ്മുടെ പുഡിങ് നല്ല